സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു. അവിടെ നടക്കുന്ന ഓരോ സൽക്കർമ്മങ്ങളും ഇന്ന് നാം നമ്മുടെ മൊബൈൽ ഫോണിലൂടെ, നമ്മുടെ TV-യിലൂടെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് നമുക്കും ഒരുപാട് ഹജ്ജിന് വേണ്ടി തൗഫീഖ് കിട്ടാൻ വേണ്ടിയിട്ട് പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കലതാ കഅബ പണിയുന്നു. കഅബ പണിതിട്ട് കഅബ പൂർത്തിയായപ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇബ്രാഹിം നബിയെ അങ്ങൊന്ന് വിളിച്ചു പറയുക, എല്ലാ ജനങ്ങളോടും ഈ ഹജ്ജിന് വേണ്ടി ഈ കഅബയുടെ ചാരത്തേക്ക് വരാൻ വിളിച്ചു പറയണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, യാ റബ്ബി കൈഫ ഉബല്ലിഗുൻ നാസ വസൗതി ലാ യൻഫദുഹും. ഓ അല്ലാഹുവേ, ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ എൻ്റെ വാക്കുകൾ എങ്ങനെ കേൾക്കാനാണ്? ഞാനിവിടെ ഇരുന്ന് ഈ കഅബ പണിത് ഈ മണലാരണ്യത്തിന് ഞാനിവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ കഅബയുടെ ഈ ഹജ്ജിൻ്റെ വിളിയാളം കേട്ടിട്ട് ഇങ്ങോട്ട് വരിക എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹു തആലയുടെ മറുപടി, നാദി വഅലൈനൽ ബലാ. ഇബ്രാഹിം നബിയെ അങ്ങ് വിളിച്ചേക്കുക, ഓ അലൈനൽ ബലാ, അവരെ എത്തിക്കേണ്ട നടപടി ഞാൻ ചെയ്തു കൊള്ളാം. അങ്ങനെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഖാമു ഇബ്രാഹിമിൻ്റെ മുകളിൽ കയറി, അല്ലെങ്കിൽ അടുത്തുള്ള അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിട്ട് വിളിച്ചു പറയുകയാണ്, ഓ ജനങ്ങളെ, ഓ മനുഷ്യരെ, അല്ലാഹു തആല നമുക്ക് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചിരിക്കുകയാണ്. അവിടേക്ക് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ നിങ്ങളേവരും അല്ലാഹുവിൻ്റെ ഭവനത്തിലേക്ക് ഹജ്ജിന് വേണ്ടി വരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ആ സമയത്ത് അല്ലാഹു തആല ഭൂമിയിലുള്ള സകലമാന മനുഷ്യരുടെ റൂഹിലേക്കും, സകലമാന മനുഷ്യർ ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ റൂഹിലേക്കും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ വിളിയാളം കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അവരുടെ കാതിൽ ഈ വിളിയാളം അങ്ങ് കേട്ടപ്പോൾ ആരൊക്കെയാണോ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക് ലബ്ബൈക് എന്ന് വിളിച്ചു പറഞ്ഞത്, അവരെല്ലാം ഇന്ന് ഹജ്ജിന് വേണ്ടി മക്കയിൽ എത്തിപ്പെടുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്ന് നോക്കുമ്പോൾ മക്കയുടെയും അറഫയുടെയും മിനായുടെയും മുസ്ദലിഫയുടെയും അവിടെയുള്ള തെരുവോരങ്ങളിൽ നമ്മൾ കേൾക്കുന്നൊരു ശബ്ദമുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ വിളിയാളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് വിളിച്ച ആ വിളിയാളം കേട്ടിട്ട് വിളിക്കുത്തരം നൽകിയ റൂഹുകളെല്ലാം ഇന്ന് മക്കയിൽ ഓരോ വർഷവും ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമെല്ലാം മക്കയിൽ ഹജ്ജിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകൾ 18 ലക്ഷത്തോളം ഉണ്ടെന്നാണ്. കൊറോണയ്ക്ക് മുൻപ് 33 ലക്ഷം വരെ ആളുകൾ ഹജ്ജിന് വേണ്ടി പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു അപകടം നടക്കുന്ന 2015 മിനായിലെ അപകടം നമ്മൾ കണ്ടു. ആ അപകടത്തിന് ശേഷം അവിടുത്തെ സൗദി ഗവൺമെൻറ് ഹജ്ജിനുള്ള യാത്രക്കാർ, ഹജ്ജിനുള്ള ആളുകൾക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുകയാണ്. അങ്ങനെ ഇപ്പോഴും 18 ലക്ഷത്തോളം ആളുകൾ ഹജ്ജിന് വേണ്ടി ഇന്ന് മക്കയിൽ എത്തപ്പെട്ടു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അങ്ങനെ ഓരോ വർഷവും ഹജ്ജിന് വേണ്ടി എത്രമാനം ആളുകളാണ് മക്കയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല നമുക്കും നമ്മുടെ കുടുംബത്തിനും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജ് എന്ന് ബലിപെരുന്നാളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ചിത്രം അത് ഹജ്ജിൻ്റേതാണെങ്കിൽ, രണ്ടാമതായി ഓടി വരുന്നൊരു ചിത്രമുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്നൊരു ചിത്രം അത് ബലിയുടേതാണ്, അത് അറവിൻ്റേതാണ്, അത് ഉദ്ഹിയ്യത്തിൻ്റേതാണ്. ബലിപെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ ഉദ്ഹിയ്യത്ത് മൃഗങ്ങളെ നമുക്ക് ഓർമ്മ വരും. സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ
വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ബലിയെറുക്കുന്ന ബലിമാംസമുണ്ടല്ലോ, ആ ബലിമാംസത്തിൻ്റെ ആ അറവ് മൃഗത്തിൻ്റെ മാംസം അല്ലാഹു തആലയ്ക്ക് സ്വീകാര്യമല്ല. അല്ലാഹു തആല ആ മാംസം സ്വീകരിക്കുന്നില്ല. അതിൻ്റെ ചോരയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ബലിയെറുക്കുമ്പോൾ അല്ലാഹു തആല നോക്കുന്നത് എന്താണ്? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളിൽ എത്ര പേരാണ് ഈ ധർമ്മനിഷ്ഠ നടത്തിയിട്ടുള്ളത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്താണുള്ളത്? ആരാണ് തഖ്വയോടെ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്തത്? ആ ഒരു ത്യാഗത്തെയാണ് അല്ലാഹു തആല നോക്കിക്കാണുന്നത്. നോക്കുമ്പോൾ ബലിയറുക്കുന്ന മൃഗത്തിൻ്റെ വലിപ്പം, അതിൻ്റെ വില, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനുഷ്യരായ നമ്മൾ നോക്കിക്കാണുമ്പോൾ അല്ലാഹു തആല മാംസത്തിലേക്ക് നോക്കുന്നില്ല. നീ എത്ര കിലോയാണ് അറുത്തു കൊടുത്തതെന്ന് നോക്കുന്നില്ല. നീ എത്ര കിലോ എത്ര പൈസയാണ് അറുത്തു കൊടുത്തതെന്ന് നോക്കുന്നില്ല. അല്ലാഹു തആല നോക്കുന്നത് ഒരു മനുഷ്യൻ ബലിയറുക്കുന്നത് എത്ര ഹൃദയവിശുദ്ധിയോടെയാണ്, എത്ര ഹൃദയത്തിൻ്റെ ശുദ്ധിയോടുകൂടെയാണ്, എന്തു ചിന്തയോടുകൂടിയാണ്, എന്തു മാനസികാവസ്ഥയിലാണ് ആ മനുഷ്യൻ ബലിയറുക്കുന്നത് ആണ് അല്ലാഹു തആല നോക്കുന്നത്. അല്ലാഹു തആലയുടെ പ്രഥമമായ പരിഗണന എന്ന് പറയുന്നത് ആരാണ് ബലിയറുക്കുമ്പോൾ ഹൃദയവിശുദ്ധിയോടുകൂടെ മറ്റൊരു ചിന്തയുമില്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ബലിയറുക്കുന്നു എന്ന് നോക്കുകയാണ് അല്ലാഹു തആല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലിയറുക്കാൻ കൊണ്ടുപോയപ്പോൾ അല്ലാഹു തആലയുടെ ഉദ്ദേശം അവിടെ ചോരയൊലിപ്പിക്കുക എന്നതായിരുന്നില്ല. മറ്റു മതസ്ഥരിലെല്ലാം ചോരയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. എന്നാൽ അല്ലാഹു തആല ചോരയെ സ്വീകരിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ പ്രഥമമായി പരിഗണന വെച്ചത് ഇവിടെ ചോരയൊലിപ്പിക്കുക എന്നല്ല, മറിച്ച് ഈ ഒരു ത്യാഗത്തിന് സന്നദ്ധത കാണിക്കുന്നുണ്ടോ, ആ ഒരു മാനസിക വീര്യമുണ്ടോ, ആ മാനസിക ഒരു സന്നദ്ധത അല്ലാഹു തആലയ്ക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയുണ്ടോ എന്നുള്ളതാണ് അല്ലാഹു തആല നോക്കിയത്. അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത പൊന്നോമന മകനാണല്ലോ ഇസ്മായിൽ നബി അലൈഹി സ്വലാം. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അത്രമേൽ സ്നേഹിക്കുന്ന ഉപ്പ ആ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഈ മകനെ ബലിയറുക്കാൻ വേണ്ടി ത്യാഗം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് അല്ലാഹു തആല അവിടെ പരിഗണിച്ചത്. അപ്പോൾ വലിയ പരീക്ഷണങ്ങൾ താണ്ടുക, വലിയ പരീക്ഷണങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ വിജയിച്ചപ്പോൾ ഇന്നും ലക്ഷോപലക്ഷം ജനങ്ങളാണ് അവരെ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്നത്. നാം പറഞ്ഞല്ലോ, ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അത് ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ചെയ്തികൾ അവർ അന്ന് കാണിച്ചു വച്ച പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുക കൂടിയാണ്. മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതാ ഒരു മരച്ചുവട്ടിൽ കിടത്തിയിട്ട് സഫാ മർവ മലകൾക്കിടയിലൂടെ ഓടിയപ്പോൾ ഇന്നും ലക്ഷോപലക്ഷം ജനങ്ങളതാ ആ സഫാ മർവ മലകൾക്കിടയിലൂടെ ഓടുകയാണ്. എന്തിനാണ്? ആ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട്, മഹാന്മാരെ സ്മരിക്കാൻ വേണ്ടിയിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഹാജറ ബീവിയെയും സ്മരിക്കാൻ വേണ്ടിയിട്ട് അവർ സകലതും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് വല്ലാത്ത ഫضل കൊടുത്തു. ഇന്നും ആളുകൾ അവരെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഈ ലോകം എവിടെ വരെ പോകുമോ അവിടെയെല്ലാം ആ ലോകാവസാനം വരെ ഓർക്കപ്പെടുന്ന നാമമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത്. ഇന്ന് നമ്മളോട് നമ്മുടെ മക്കളെ ബലിയറുക്കാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല. ഇന്ന് നമ്മളോട് നമ്മുടെ എല്ലാ സമ്പത്തും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് നീങ്ങാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുന്നില്ല. മറിച്ച് നമ്മൾ നമ്മുടെ ഈ ബലിപെരുന്നാളിൻ്റെ സന്ദേശമായി എടുക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലുള്ള ദുശ്ചിന്തകളെ ഒഴിവാക്കുക,
നമ്മുടെ ഹൃദയത്തിലുള്ള അഹങ്കാരങ്ങളെ ബലിയറുത്ത് കളയുക, നമ്മുടെ ഹൃദയത്തിലുള്ള അഹംഭാവത്തെ അറുത്തു കളയുക, നമ്മുടെ ഹൃദയത്തിലുള്ള ദുനിയാവിനോടുള്ള ചിന്തകളെ മുറിച്ച് കളയുക, നമ്മുടെ ഹൃദയത്തിലുള്ള അസൂയയും മറ്റു ഹസദും അതുപോലെ തന്നെയുള്ള എല്ലാ ദുശ്ചിന്തകളെയും ബലിയറുത്ത് കളയാനുള്ളതാകണം നമ്മുടെ ഇന്നത്തെ പെരുന്നാൾ. ഈ പെരുന്നാളിൻ്റെ സന്ദേശം അതാണ്. നമ്മൾ നമ്മുടെ മക്കളെ ബലിയറുക്കുന്നില്ല, അള്ളാഹു അങ്ങനെ കൽപ്പിച്ചിട്ടുമില്ല. ഒരു പക്ഷേ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് അറുത്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നും നമ്മുടെ മക്കളെ നമ്മൾ ബലി കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അള്ളാഹു തആലയുടെ പ്രത്യേക കൽപ്പന പ്രകാരം അന്നൊരു ആടിനെ അള്ളാഹു തആല ഇറക്കി കൊടുത്തു എന്നാണ്. അതുകൊണ്ട് ഇന്നും നമ്മൾ ബക്ർ ഈദ് ആയി ആചരിക്കുന്നു. നമ്മൾ പശു അല്ലെങ്കിൽ മറ്റു മാടുകൾ, ആടുകൾ അതിനെയെല്ലാം മറുത്തുകൊണ്ട് ബലി ആഘോഷിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വേണ്ടി സകലതും മാറ്റിവെക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ തഖ്വ പൂർണ്ണമാകുന്നത്. അള്ളാഹു തആലയ്ക്ക് ധർമ്മനിഷ്ഠ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ തഖ്വ പൂർത്തിയാകുന്നത്. തവക്കുലിൻ്റെ ഒരു വലിയ ചരിത്രമുണ്ട്. ചരിത്രത്തിൻ്റെ താളുകൾ പരതുമ്പോൾ മഹാനായ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ ബൽഖ് എന്ന പ്രദേശത്ത് താമസിക്കുന്ന വലിയ സൂഫി വര്യനായിരുന്നു. മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങൾക്കതാ ഹജ്ജിന് പോകാൻ വല്ലാത്ത ആഗ്രഹം വരികയാണ്. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിട്ട് മഹാനവറുകൾക്ക് പോകാൻ പൈസയില്ല. മഹാനവറുകളുടെ കുടുംബം നോക്കണം, അതിനും പൈസയില്ല. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ ആരെൻ്റെ കുടുംബം നോക്കുമെന്ന ആവലാതി മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ മനസ്സിലുണ്ട്. ആ സമയത്ത് ഹജ്ജിൻ്റെ സംഘങ്ങൾ ബൽഖ് എന്ന പ്രദേശത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ മഹാനായ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, മഹാനവറുകൾ കരഞ്ഞുപോയി. ആ സമയത്ത് മഹാനവറുകളുടെ കൊച്ചുമോൾ ചെറിയ മകൾ വന്നിട്ട് പറഞ്ഞു, ചെറിയ മകൾ വന്നിട്ട് പറയുന്നു, ഉപ്പാ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാനെങ്ങാനും ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം പട്ടിണിയായി പോകുമല്ലോ. എനിക്കാണെങ്കിൽ ഹജ്ജിന് പോകാൻ വല്ലാത്ത ആഗ്രഹവുമുണ്ട്. അങ്ങനെ ആഗ്രഹം വെച്ചിട്ട് ഞാൻ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പട്ടിണിയാകും. ഇത് കേട്ടപ്പോൾ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ചെറിയ മകൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവ റസ്സാഖ്. ഉപ്പാ നിങ്ങളല്ലല്ലോ എനിക്ക് അന്നം തരുന്നത്, ഉപ്പാ നിങ്ങളാണോ എനിക്ക് ഭക്ഷണം തരുന്നത്? അല്ലല്ലോ, നിങ്ങൾ ഭക്ഷണം തിന്നുന്ന മനുഷ്യരല്ലേ. അതുകൊണ്ട് ഭക്ഷണം തരുന്ന, ഒന്നും കഴിക്കാത്ത ഏകനായ ഹുവല്ലാഹു റസ്സാഖ് അല്ലാഹു തആല ഞങ്ങൾക്ക് അന്നം തന്നുകൊള്ളും, നിങ്ങൾ ധൈര്യമായി പോയി വരൂ എന്ന് ആ കൊച്ചുമകൾ ധൈര്യം പകർന്നിട്ട് ഹാത്തിമുൽ അസ്സം തങ്ങളെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയക്കുകയാണ്. ചുരുക്കി പറയട്ടെ, ഹജ്ജിന് പോയി കഴിഞ്ഞു. മഹാനവറുകൾ സംഘത്തോടൊപ്പം ഹജ്ജിന് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭക്ഷണമെല്ലാം തീർന്നു, പട്ടിണിയാകാൻ തുടങ്ങി. അപ്പോൾ ഈ ചെറിയ മകളെ കുടുംബക്കാരും അയൽക്കാരുമെല്ലാം പരിഹസിക്കാൻ തുടങ്ങി. എല്ലാം മോളെ, നീ പറഞ്ഞിട്ടില്ല നിൻ്റെ വാപ്പ ഹജ്ജിന് പോയത്, എന്നിട്ട് നിങ്ങളിപ്പോൾ പട്ടിണിയിലാണല്ലോ. ഈ മകൾ കണ്ണ് കലങ്ങിയിട്ട് പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാ നിന്നെ വിശ്വസിച്ചിട്ടാ, നിന്നെ വരവേൽപ്പിച്ചിട്ടാണല്ലോ റബ്ബേ ഞാൻ എൻ്റെ ഉപ്പയെ ഹജ്ജിന് പറഞ്ഞയച്ചത്, ഇന്ന് ഞങ്ങൾ പട്ടിണിയിലായി പോയല്ലോ എന്ന് അല്ലാഹു തആലയോട് കരമുയർത്തിയപ്പോൾ നിമിഷങ്ങൾക്കകം അതാ ആ നാട്ടിലെ ഭരണാധികാരി രാജാവ് വേട്ടയാടാൻ വേണ്ടിയിട്ട് തൻ്റെ പരിചാരങ്ങളോടുകൂടെ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടിനരികിലേക്ക് സഞ്ചരിക്കുകയാണ്. വേട്ടയാടി അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്തുള്ള വെള്ളം കഴിഞ്ഞു. ആ രാജാവ് അടുത്തുള്ള വീട്ടിൽ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവരാൻ അനുചരന്മാരോട് പറഞ്ഞപ്പോൾ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീടിനരികിലുള്ള ആ അനുചരന്മാർ ഹാത്തിമുൽ അസ്സം തങ്ങളുടെ വീട്ടിലേക്ക് കയറിയിട്ട് വെള്ളം ചോദിക്കുന്നു. ഈ ചെറിയ മകൾ അതെടുത്തു കൊടുക്കുന്നു. രാജാവ് ഈ വെള്ളം കുടിച്ചപ്പോൾ ഈ രാജാവിന് വല്ലാത്ത ആശ്വാസവും കുളിർമയും തോന്നുകയാണ്. അങ്ങനെ മനസ്സ് കുളിർത്തിട്ട് ഹാത്തിമുൽ അസ്സം തങ്ങളുടെ ഈ വീട്ടിലേക്ക് നോക്കിയിട്ട് രാജാവ് ചോദിക്കുന്നുണ്ട്, അന്നത്തെ ഭരണാധികാരി ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ വീടിൻ്റെ ഉടമ? നമ്മൾ ദാഹിച്ച് വലഞ്ഞപ്പോൾ നമുക്ക് വെള്ളം തന്ന ഈ വീടിൻ്റെ ഉടമയാരാണ്?
അപ്പോൾ അവിടെയുള്ള പരിവാരങ്ങൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു, ഇത് സൂഫി വര്യനായ ഹാത്തിമുൽ അസം എന്ന് പറയുന്ന ആളുടെ വീടാണ്. അദ്ദേഹം ഇപ്പോൾ ഹജ്ജിന് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളും കുടുംബവുമാണ് ഇവിടെയുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഈ രാജാവ് എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ അരയിലുള്ള സ്വർണ്ണ നാണയത്തിൻ്റെ കിഴിയെടുത്തിട്ട് ആ വീടിൻ്റെ ഉമ്മറപ്പടിയിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ഈ രാജാവ് തൻ്റെ പരിചാരകരോട് പറഞ്ഞു, ആരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവരെല്ലാം ഞാൻ ചെയ്തതുപോലെ, എൻ്റെ സ്വർണ്ണക്കിഴി ഞാൻ വെച്ചതുപോലെ ആ സ്വർണ്ണ നാണയങ്ങൾ ഈ വീടിൻ്റെ ഉമ്മറത്തേക്ക് വെക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള നൂറുകണക്കിന് പരിചാരകർ അവരുടെ സ്വർണ്ണക്കിഴി എല്ലാം അഴിച്ചിട്ട് ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് വെക്കുകയാണ്. ആ കുടുംബം നോക്കിയപ്പോൾ ഇന്ന് രാവിലെ വരെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന ഞങ്ങളിതാ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നരായി മാറുകയാണ്. സ്വർണത്തിൻ്റെ നാണയങ്ങൾ കൂമ്പാരമായി കിടക്കുകയാണ് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ. ഇത് കണ്ടിട്ട് സന്തോഷത്തോടുകൂടെ നിൽക്കുന്ന കുടുംബം, അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്ന കുടുംബം ഇങ്ങനെ നോക്കുമ്പോൾ ആ മൂലയിൽ ഇരുന്നു കൊണ്ട് ഹാത്തിമുൽ അസം തങ്ങളുടെ മകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്രം പറഞ്ഞത് വെറുതെയല്ല. കരയുന്ന ഈ മകളെ കണ്ടിട്ട് ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, മകളെ, മോൾ എന്തിനാണ് കരയുന്നത്? നമുക്ക് അല്ലാഹു തആല ഒരുപാട് സമ്പത്ത് നൽകിയല്ലോ, ഈ രാജാവ് വന്ന് നമുക്ക് ഒരുപാട് പണം നൽകിയിട്ടുണ്ട്, നമ്മളിനി പട്ടിണിയിലാകില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറിയ മോള് പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്കാണ് നമ്മളെ പിടിച്ചുലയ്ക്കേണ്ടുന്ന വാക്ക്. ആ വാക്കാണ് നമ്മുടെ ഈ ചരിത്രത്തിൻ്റെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ മകള് പറയുന്നൊരു വാക്ക്, നദറ ഇലൈനാ മഖ്ലൂഖുൻ ഫഅഗ്തനൈനാ. ഉമ്മ, നമ്മുടെ സമ്പത്ത് വർദ്ധിച്ചു, നമ്മുടെ ദാരിദ്ര്യം മാറി, നമ്മുടെ പട്ടിണിയെല്ലാം മാറി. അതാ നദറ ഇലൈനാ മഖ്ലൂഖ്, അല്ലാഹു തആലയുടെ ചെറിയ ഒരു അടിമയാകുന്നൊരു രാജാവ്, ആ മഖ്ലൂഖ് അള്ളാഹുവിൻ്റെ സൃഷ്ടി ഒരു കരുണയോടുകൂടെ നമ്മുടെ വീട്ടിലേക്ക് നമ്മിലേക്ക് നോക്കിയപ്പോ അതാ നമ്മൾ സമ്പന്നരായി മാറിയിരിക്കുന്നു. ഫകൈഫ ലൗ നളറ ഇലൈനൽ ഖാലിഖ്. എന്നാൽ ഈ ലോകമെമ്പാടും പടച്ച് പരിപാലിക്കുന്ന അല്ലാഹു തആല കരുണയോടുകൂടെ നമ്മിലേക്ക് നോക്കുകയാണെങ്കിൽ ഫകൈഫൽ ഹാൽ, നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു ഉമ്മ? അല്ലാഹു തആലയുടെ കാരുണ്യത്തിൻ്റെ നോട്ടം അത് കിട്ടിയാൽ നമ്മൾ ഇതിനേക്കാൾ വലിയ സമ്പന്നരും പട്ടിണിയില്ലാത്തവരുമായി മാറുമല്ലോ. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ ചെറിയൊരു അടിമ നമ്മിലേക്ക് കാരുണ്യത്തോടുകൂടെ നോക്കിയപ്പോൾ തന്നെ നമ്മൾ സമ്പന്നരായി. അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്ര വലുതാണ് എന്ന് ഈ മകള് പറഞ്ഞുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിലേക്ക് സർവം സമർപ്പിച്ച് തൻ്റെ എല്ലാതും ഒഴിവാക്കിയിട്ട് ഉപ്പയെ പറഞ്ഞയച്ചു. ആ ഉപ്പ അള്ളാഹുവിനെ ഈ കുടുംബത്തെ ഏൽപ്പിച്ചിട്ട് ആ ഉപ്പയും യാത്രയായി. അള്ളാഹു തആല അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങൾ കണ്ടോ? അള്ളാഹു തആലയിൽ വിശ്വസിച്ചുകൊണ്ട് റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു തആല അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൂടെ നമുക്ക് തിരിച്ചു നൽകും. അത് ആഖിറത്തിലും ഈ ദുനിയാവിലും അള്ളാഹു തആല തിരിച്ചു നൽകും എന്നുള്ളത് സത്യമാണ്. ഈ പെരുന്നാളിൻ്റെ സന്ദേശം തവക്കുലാണ്. നമുക്ക് ഭരമേൽപ്പിക്കാൻ മനസ്സ് വേണം. പടച്ച റബ്ബിനോട് ഭരമേൽപ്പിക്കാൻ നമുക്ക് മനസ്സ് വേണം. ആ മനസ്സുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കാട്ടുകച്ചിറ പള്ളിയിൽ നമ്മുടെ ഈ മഹല്ല് ജമാഅത്തിന് കീഴിലുള്ള 4 പള്ളികളുണ്ട്. 2 ജുമുഅത്ത് പള്ളിയും 2 നിസ്കാര പള്ളിയും. ആ നിസ്കാര പള്ളികളിലെല്ലാം AC ഉണ്ട്, ഇവിടെയും AC ഉണ്ട്. നമ്മുടെ കാട്ടുകച്ചിറ വലിയ പള്ളിയിൽ മാത്രം AC ഇല്ല. അതുകൊണ്ട് അവിടെ എയർ കണ്ടീഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയാണ് മുന്നിലുള്ളത്. അവിടെ AC വെക്കാത്തതിൻ്റെ മെയിൻ കാരണമെന്നാൽ വലിയ പള്ളിയായതുകൊണ്ട് കുറേ AC വെക്കേണ്ടി വരും. ചെറിയ 4 AC കൊണ്ട് ഒതുങ്ങുന്നതല്ല. കുറേ AC വെച്ചാൽ വലിയ കറണ്ട് ബില്ലും വരും. അപ്പോൾ ആ കറണ്ട് ബില്ലിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഒരു സോളാർ പാനൽ 4 പള്ളിക്കും കൂടിയിട്ട് വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
സോളാർ വെക്കുന്നതിലൂടെ നമ്മുടെ പള്ളിക്കൊരു വരുമാനം, അതുപോലെ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മുടെ പള്ളിയുടെ ചിലവ് ചുരുക്കാനും സാധിക്കും. കറണ്ട് ബില്ല് ഭീമമായ സംഖ്യയാണ് ഓരോ 2 മാസം കൂടുമ്പോഴും വരുന്നത്. അതുകൊണ്ട് ആ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് സോളാർ വെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ചിലവ് വരുന്നത്. അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളാണത് ഏറ്റെടുക്കേണ്ടത്. അള്ളാഹു തആല നമുക്ക് തന്ന സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹു തആല നമുക്കത് തിരികെ തരാതിരിക്കില്ല. നമ്മളറിയാത്ത രൂപത്തിലൂടെ അള്ളാഹു തആല അത് തിരികെ നൽകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ സോളാർ പാനൽ പദ്ധതി നമ്മുടെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി നാട്ടുകാരായ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അത് ഇരുകരങ്ങളോടുകൂടെയും സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട്. നമ്മുടെ പള്ളി, നമ്മുടെ തലമുറകൾ നിസ്കരിക്കേണ്ട പള്ളി, നമ്മുടെ കൊച്ചുമക്കളും പേരമക്കളും നിസ്കരിക്കേണ്ട പള്ളി, നമ്മുടെ ഈ നാട്ടുകാർ നിസ്കരിക്കേണ്ട പള്ളി, അതിൻ്റെ പരിപാലനം നമ്മളാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ വലിയ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ്, ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അസ്സദഖത്തു റദ്ദുൽ ബലായ. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ വലിയ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓരോ മാസവും ചെറിയ പൈസ കൊടുത്ത് നമുക്കെന്തെങ്കിലും അപകടം പറ്റിയാൽ നമുക്ക് വലിയ പൈസ കിട്ടും. അതാണല്ലോ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ. അള്ളാഹു തആലയ്ക്ക് വേണ്ടി നമ്മൾ റബ്ബിൻ്റെ പരിപാലനത്തിന് വേണ്ടി, പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അസ്സദഖത്തു റദ്ദുൽ ബലായ, അള്ളാഹു തആല സദഖയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ബലാ, ആഫത്ത്, മുസീബാത്തുകൾ, നമുക്കുള്ള രോഗങ്ങൾ, അപകടങ്ങൾ എല്ലാം തട്ടിമാറ്റുമെന്നാണ്. അതുകൊണ്ട് സമ്പത്തുള്ളവർ മുഴുവനും ഈ പദ്ധതിയിലേക്ക്, പള്ളിയുമായി ബന്ധപ്പെട്ട ഈ പദ്ധതിയിലേക്ക് അകമഴിഞ്ഞ സഹകരണങ്ങൾ കമ്മിറ്റി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു തആല ഉള്ളവർക്ക് കൊടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലാത്തവർക്ക് ഒരുപാട് സമ്പത്ത് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഉളുഹിയ്യത്തിൻ്റെ മാംസവിതരണം നടക്കുന്നത്. ഉളുഹിയ്യത്തിൻ്റെ മാംസവിതരണം നാളെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞിട്ട് 2 മണി മുതൽ 3 മണി വരെ കാട്ടുമച്ചിറ ജുമാ മസ്ജിദിൽ വെച്ച് നടക്കും. പാസ്ബുക്കുമായി എല്ലാവരും ആ കൃത്യസമയത്ത് എത്തിച്ചേർന്നാൽ അവർക്ക് എല്ലാവർക്കും മാംസം ലഭിക്കും. അതുപോലെ തന്നെ ഉളുഹിയ്യത്ത് കർമ്മം നാളെ സുബഹിക്ക് മുമ്പ് 4 മണിക്ക് ഉളുഹിയ്യത്ത് കർമ്മം ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കുകൊള്ളണമെന്നറിയിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ, ഗസയിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇന്നലെ അവിടെ ബോംബാക്രമണം നടന്നു. വെടിനിർത്തൽ കരാറുണ്ടെങ്കിലും അവിടെ ബോംബിൻ്റെ വർഷങ്ങൾ നടന്നുകൊണ്ട് ഒരുപാട് ആളുകൾ പരിക്കിലായി, ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല ലോകത്തിന് വലിയ സമാധാനം നൽകുമാറാകട്ടെ. അല്ലാഹു തആല യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് വലിയ സമാധാനവും സന്തോഷവും സമാധാനപൂരിതമായ ജീവിതം നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക് നേരുകയാണ്. മേരെ അസീസ് और मुहतरम बहनों भाइयों, मैं अपने दिल की गहरानियों से आप सबको ईद की मुबारक पेश करता हूँ. यह ईद उल अज़हा कुर्बानी और ईसार की ईद है. पाबंदी करें इंशाअल्लाह. अल्लाह एक बार आप सबको प्यार भरी ईद मुबारक पेश करता हूँ. अल्लाह ताला हमें कबूल फरमाए और हमारे अमाल को कबूल फरमाए. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ നാടിൻ്റെ നട്ടെല്ലായ പ്രവാസികൾ ഒരുപാട് സഹകരണങ്ങൾ പള്ളിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, ആ പ്രവാസികളുടെ എല്ലാ സദഖയെയും നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ എല്ലാ പ്രതിസന്ധികളെയും നീ തരണം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവയുടെ സാമ്പത്തിക പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളെല്ലാം നീക്കിക്കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്കും നീ പുറത്തു നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പള്ളിക്ക് ചുറ്റും നമ്മുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, നമ്മുടെ കുടുംബക്കാർ, അല്ലാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി ഞങ്ങളെ ഏവരെയും നിൻ്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.